السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലഫൽ അലിഫ് പാർട്ട് 8. دم دوام الدهر دائم الحضور والشهود دمت في جنات وصل حالة الأبدال دال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ദും ദവാമദ്ദഹിരി, കാലാകാലങ്ങളിൽ നീ സ്ഥിരമായി നിലകൊള്ളുക. ദായിമൽ ഹുളൂരി വശുഹൂരി, നീ തന്നെ ഹുളൂറും ഷുഹൂദും സ്ഥിരമായവനായ നിലയിൽ. എന്നാൽ ദുംതഫി ജന്നാത്തി വസിലിൻ, നീ വസിലാകുന്ന അള്ളാഹുവിനോട് ചേരലെന്ന, അവനോട് അടുക്കലെന്ന അനുഗ്രഹങ്ങളിൽ നീ സ്ഥിരമായവനാകും, നീ സ്ഥിരപ്പെട്ടവനാകും. ദും എന്നുള്ളത് ദാമയദൂമു എന്ന ഫിഴിലിൽ നിന്ന് പോന്ന അമ്രു ഫിഴിലാണ്. ദാമയദൂമു ദും, അതിൻ്റെ ഫായില് അതിൽ മറഞ്ഞു കിടക്കുന്ന ലമീറാണ് ഐ അന്ത. ദവാമദ്ദഹിരി എന്നുള്ളത് അത് മൻസൂബുൻ അലാ നസഉൽ ഖാഫിദ്, നസഉൽ ഖാഫിദിൻ്റെ മേൽ നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ഐ അലാ ദവാമി എന്നർത്ഥം. അവിടെ ഒരു അലനെ കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഫി എന്ന ജറിൻ്റെ അർഫിനെ കളഞ്ഞതാണ്, അങ്ങനെയും വെക്കാം. അദ്ദഹിരി എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. ദായിമ എന്നുള്ളത് മൻസൂബാണ്, തർക്കീബ് അലൽ ഹാലിയത്തി, അത് ഹാലാണ് തർക്കീബ്. മിനൽ ലമീരിൽ മുസ്തത്തിരി ഫി ദും, ദും എന്ന അംറു ഫീലിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ലമീറുണ്ട് അന്ത. ആ ലമീറിൽ നിന്നാണ് ഹാല്, സാഹിബാല് ആ ലമീറാണ് എന്നർത്ഥം. ദായിമൽ ഹുളൂരി എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്. അപ്പോൾ ദായിമ എന്നുള്ളത് മുളാഫുമാണ്, ഹുളൂരി എന്നുള്ളത് കസറത്ത് കൊണ്ട് ചെറിയപ്പെട്ട മുളാഫുൻ ഇലൈഹി. വശുഹൂദി എന്നുള്ളത് വാവ് ആത്തിഫ്, അശുഹൂദി എന്നുള്ളത് മഅത്തൂഫ്, മഅത്തൂഫുൻ അലൈഹി അൽ ഹുളൂരി. ദുംത എന്നുള്ളത് അത് മാദിയായ ഒരു ഫിഇലാണ്. അതിൻ്റെ ഫായില് ലമീറാണ്, അതിനോട് ചേർന്ന് വന്ന ഫിഇല്. ഈ ജുംല, ദുംത എന്ന് പറയുന്ന ഫിഇലും ഫായിലും കൂടിയ ജുംല മുഖദ്ദറായ ഒരു ഷർത്തിൻ്റെ ജവാബാണ്. നീ ഈ നിലക്ക് സ്ഥിരമായാൽ, ദുംത നീ സ്ഥിരമായവനാകും. എവിടെ? ഫി ജന്നാത്തി വസിലിൻ എന്നർത്ഥം. ഫി അർഫ് ജറിൻ്റെ അർഫാണ്. ജന്നാത്തി എന്നുള്ളത് അതിൻ്റെ മജ്റൂറാണ്, മജ്റൂറും മുളാഫുമാണ്. മുതഅല്ലഖ് ദുംതനോടാണ് ബന്ധിച്ചിട്ടുള്ളത്. വതഖ്ദീറുഹു ദുംത മുസ്തഖിറൻ ഫി ജന്നാത്തി എന്നർത്ഥം. അതോടൊപ്പം മുളാഫുൻ, ജന്നാത്തുള്ള മുളാഫാണ്. വാസിലിൻ എന്നത് മുളാഫുൻ ഇലൈഹിയാണ്. മുളാഫുൻ ഇലൈഹി ഇവിടെ ഇളാഫത്ത് ബയാനിനുള്ളതാണ്. വസിലാകുന്ന ജന്നാത്തിൽ എന്നർത്ഥം.
ഹാലത്ത എന്നുള്ളത് മൻസൂബും ബിൻ നസ്ഇൽ ഖാഫിദ്, അത് നസ്ഉൽ ഖാഫിദ് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ആ ജറിൻ്റെ അർഫ് ഏതാണ്? ഇവിടെ കളയപ്പെട്ട ജറിൻ്റെ അർഫ് ഐ അലാ ഹാലത്തിൽ അബ്ദാലി എന്നർത്ഥം. വതഅല്ലുഖുഹു ബിദാല്, അത് ദാലിനോടാണ്, ബഅദഹു ശേഷമുള്ള ദാല് എന്നുള്ളതിനോടാണ് അതിൻ്റെ മുതഅല്ലഖ്. അബ്ദാലി എന്നുള്ളത് മുദാഫിൻ ഇലൈഹി ആണ്. ദാല് എന്നുള്ളത് ഇസ്മു ഫായിലാണ്. മിൻ ദല്ല യദുല്ലു, ദല്ല യദുല്ലുൽ നിന്നുള്ള ഇസ്മു ഫായിലാണ്. ഒരു ഇതനുസരിച്ച് തർക്കീബ് ഖബറു മൂത്തദഇൻ മഹദൂഫിൻ, കളയപ്പെട്ട മൂത്താൻ്റെ ഖബറാണ്. വ തഖ്ദീറുഹു അന ദാല്ലുൻ അലാ ഹാലത്തിൽ അബ്ദാലി എന്നർത്ഥം. വേറെയും തർക്കീബുകൾ ഇവിടെ വെക്കാൻ പറ്റും, അത് വിശദീകരിക്കുക. അതായത് ഇവിടെ സഹിഹായ മഷ്ഹൂറായ ഹദീസിൽ വന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇസ്ലാമിൻ്റെയും ഈമാനിൻ്റെയും ഇഹ്സാനിൻ്റെയും ഒക്കെ നിർവചനം വന്ന ഒരു ഹദീസ്. അതിൽ പറഞ്ഞില്ലേ, അന്നൽ ഇഹ്സാന മഅനാഹു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഈ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് ഈ ബൈത്ത് പോകുന്നത്. ദുംത ഫി ജന്നാത്തി വസ്ലിൻ, ദുംത എന്നുള്ളത് മുഖദ്ദറായ ഒരു ഷർത്തിൻ്റെ ജവാബാണെന്ന് പറഞ്ഞു. ഈ വിധം നീ എല്ലായ്പ്പോഴും ശുഹൂദ് ഹുളൂറിലായിക്കൊണ്ട് നിലകൊണ്ടാൽ, ദുംത നീ നിലകൊണ്ടവനാകും. ദുംത എന്ന് പറഞ്ഞാൽ ഇൻ സബത്ത കഥാ ഇൻ തസ്ബുത്ത് കദാലിക്ക ദുംത ഐ സബത്ത, ഇപ്രകാരം നീ നിലകൊണ്ടാൽ നീ സ്ഥിരപ്പെട്ടവനായി. എവിടെ? നിലകൊണ്ടവനായി. ഫി ജന്നാത്തി വസ്ലിൻ, വസ്ലാകുന്ന ജന്നാത്തിൽ. അതായത് അന്നക്ക ഇദാ ദുംത ദായിമൽ ഹുളൂരി വശുഹൂദി, നീ സദാസമയവും ഹുളൂർ ശുഹൂദിലായി നിലകൊണ്ട് കഴിഞ്ഞാൽ, ഫസൗഫ തജിനി സമറത്ത ദാലിക ലിസാലിഹിക അന്ത, നീ ഒരു നല്ലവനായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഫലത്തെ, പഴത്തെ നീ പിന്നീട് പൊട്ടിച്ചെടുക്കും. വദാലിക അന്നക സൗഫ തുഹ്ള ബി അസ്നസ് സആദാതി, അതേതാണ്? ഉന്നതമായ വിജയങ്ങളെ കൊണ്ട് നിനക്ക് ഭാഗ്യം സിദ്ധിക്കപ്പെടും പിന്നീട് എന്നുള്ളത് തന്നെയാണ്. ഹത്താ ഹൈസു തതാഹു ലകൻ തർതഅ വ തതമത്തഅ ഫി ജന്നാത്തിൽ വസ്ലി വൽ ഇത്തിസാലി ബില്ലാ, അല്ലാഹു തആലാനോട് അടുക്കുക, ചേരുക എന്ന ആ ജന്നാത്തിൽ നിനക്ക് സുഖിക്കാനും മേയാനുമൊക്കെ ഉള്ള അവസരം നിനക്ക് കൈവരുന്നതാണ്. വൽ മുറാദു ബിൽ ജന്നത്തി ഫി ജന്നാത്തി വസിലിൻ, ജന്നാത്തു വസിൽ എന്ന് പറയുന്നിടത്തുള്ള ജന്നത്ത് കൊണ്ട് മുറാദ് അയ്യൻ നഈമുൽ ഹാസിലു മിനൽ ഇത്തിസാലി ബില്ലാ, അല്ലാഹു തആലനോട് ഇത്തിസാലാകുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ നീ നിലകൊണ്ടവനാകും. വസ്ലി എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിൽ വസ്ലി ഹുന അൽ ഇത്തിസാലു ബില്ലാ, അള്ളാഹ്നോട് ചേരുക. വത്തഖറബു മിൻഹു, അവനോട് അടുക്കുക. ലിദറജത്തിൻ അൻ യശ്അറൽ അബ്ദു ബിശുഊരിൽ ഇസ്തിനാസി ബിറബ്ബിഹി വ മൗലാഹു, അള്ളാഹിനോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്തിലേക്ക് അടുക്കണം. ആ സ്ഥാനത്തിലെത്തുമ്പോൾ അടിമ അറിയും അവൻ അവൻ്റെ റബ്ബിനെ കൊണ്ട്, അവൻ്റെ മൗലനെ കൊണ്ട് നേരം പോക്കാക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഒരു അടിമക്ക് ലഭിക്കുന്ന ആ ഒരു സ്ഥാനത്തിലേക്ക് അവൻ അടുക്കണം. ഇതാണ് വസ്ല് കൊണ്ട് മുറാദ്. അങ്ങനെ വരുമ്പോൾ നിന്റെ സദാസമയവും നീ ശുഹൂദ് ഹുളൂറിൻ്റെ ആ ഒരു അവസ്ഥയിൽ നിലകൊള്ളുമ്പോൾ
നീ അല്ലാഹു തആലായിനോട് അടുക്കുക എന്ന ആ ഉന്നതമായ അനുഗ്രഹങ്ങളിലായി നീ നിലകൊള്ളുന്നതാണ്. ദും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉസുബുത്ത് വസ്തമിറ എന്നൊക്കെയാണ്. നീ സ്ഥിരമായി നിലകൊള്ളുക. ദവാമദ്ദഹിരി എന്ന് പറഞ്ഞാൽ ബഖാ അദ്ദഹിരി വസ്തിമ്രാറദ്ദഹിരി. വസ്തിമ്രാറദ്ദഹിരി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും. ഐ അലാ ദവാമിദ്ദഹിരി ദഹ്റൻ ദായിമൻ ഇലാ വഖ്തിൽ മമാതി. എല്ലാ സമയത്തും മരണം വരെ നീ നിലകൊള്ളണം. ദായിമൽ ഹുലൂരി വശുഹൂദി മുത്തവാസിലൽ ഹുലൂരി വശുഹൂദി. ഹുലൂറും ശുഹൂദും ചേർന്നവനായ നിലക്ക്, അത് രണ്ടിനോടും ചേർന്നവനായ നിലക്ക്, അത് രണ്ടും നിന്നിൽ സ്ഥിരമായ അവസ്ഥയിൽ നീ എല്ലാ കാലത്തും നിലകൊള്ളണം. ഹുലൂറ് അതായത് യംബഗി അലൈക, നിന്റെ മേൽ അത്യാവശ്യമാണ്, അൻ തക്കൂന നീ ആവൽ മാദുംത അലാ ഖൈദിൽ ഹയാത്തി, നീ ജീവിതമാകുന്ന ആ ഒരു ചങ്ങലയുടെ മേൽ നീ നിലകൊള്ളുന്ന കാലത്തോളം നീ ആവണം. മുൽത്തസിമൻ ബി ഹാലത്തിൽ ഹുലൂരി വശുഹൂദി, ഹുലൂർ ശുഹൂദിൻ്റെ അവസ്ഥയോട് നീ ബന്ധിച്ചവനാകണം. ആ അവസ്ഥ നിന്നിൽ എല്ലായ്പ്പോഴും വേണം. ഹുലൂർ എന്ന് പറഞ്ഞാൽ തസവുഫിൻ്റെ അഹ്ലുകാരുടെ ഇസ്തിലാഹിൽ ഹുവ ഹുലൂറുൽ ഖൽബി മഅൽ ഹഖ് സുബ്ഹാനഹു വതആല ഫി ജമീഇൽ ഹാലാത്തി. അവൻ്റെ ഹൃദയം എല്ലാ സമയത്തും റബ്ബ് സുബ്ഹാനഹു വതആലയോട് കൂടെ ഹാജരാവുക. എല്ലാ സമയത്തും റബ്ബ് സുബ്ഹാനഹു വതആലയോട് കൂടെ അവൻ്റെ ഖൽബ് ഹാളിറായിട്ടുണ്ട്, ഹാളിറാവണം. അങ്ങനെ ആ ഹാളിറായ നിലക്കാവണം നീ എല്ലായ്പ്പോഴും. ശുഹൂദ് എന്ന് പറഞ്ഞാൽ ശുഹൂദിൻ്റെയും അർത്ഥം ഏറെക്കുറെ ഹുലൂറിൻ്റെ അർത്ഥം തന്നെയാണ്. അമ്മ ശുഹൂദു ഇൻദഹും, സൂഫിയാക്കളുടെ അടുക്കൽ ശുഹൂദ് എന്ന് പറഞ്ഞാൽ ഫഹുവ റുഇയത്തുൽ ഹഖി തആല ബി ഐനിൽ യഖീനി, റബ്ബ് സുബ്ഹാനഹു വതആലയെ ഐനുൽ യഖീന് കൊണ്ട് കാണുക. വഹുമ മഫ്ഹൂമാനി മുത്തഖാരിബാനി, ഇത് രണ്ടും ഏറെക്കുറെ അടുത്ത രണ്ട് മഅനയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലനെ കൊണ്ട് പ്രവേശിക്കുന്ന ഒരാൾ, അന്നാവി തവസ്സുല ഇലൈഹി തആല, അള്ളാഹിനെ കൊണ്ട് ചേരണം എന്ന് കരുതിയ ഒരു വ്യക്തി, യജിബു അലൈഹി അൻ യതദക്കറ ദായിമൻ, അവൻ്റെ മേൽ നിർബന്ധമാണ് എല്ലായ്പ്പോഴും അവൻ ആലോചിക്കല്, ചിന്തിക്കല്, അന്ന റബ്ബഹു ഹാദിറുഹു വ നാദിറുഹു വ ഷാഹിദുഹു, അവൻ്റെ റബ്ബ് അവൻ്റെ അടുക്കൽ ഹാജറുണ്ട്, അവനെ നോക്കുന്നുണ്ട്, അവൻ്റെ അടുക്കൽ അവൻ എല്ലാം കാണുന്നുണ്ട്. വ അന്നഹു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ അവനിലേക്ക് അവൻ്റെ റബ്ബ് അടുത്തവനാണ് എന്ന ഒരു ബോധം അല്ലാഹു തആലയിലേക്ക് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹിനെ കൊള്ള പ്രവേശിച്ച ഒരാളുടെ മേൽ ഉണ്ടാവൽ നിർബന്ധമാണ്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഹാലത്തൽ അബ്ദാലി ദാൽ, ഹാലത്തൽ അബ്ദാലി എന്ന് പറഞ്ഞാൽ ഐ അലാ ഹാലത്തിൽ അബ്ദാലി എന്ന അർത്ഥം. അവിടെ നസുൽ ഖാഫിളാണെന്ന് നേരത്തെ പറഞ്ഞു. അല എന്ന ഒരു ജറിൻ്റെ അർഫാണ് അവിടെ കളയപ്പെട്ടിട്ടുള്ളത്. ദാലുൻ എന്നുള്ളത് ഒരു തർക്കീബ് നേരത്തെ പറഞ്ഞത് കളയപ്പെട്ടു പോയ മൂത്താൻ്റെ ഖബറാണ് എന്നാണ്. അന ദാലുൻ അലാ ഹാലത്തിൽ അബ്ദാൽ. ഇനി ദാല് എന്നുള്ളത് ഹാലാക്കാൻ പറ്റും ദുംത എന്ന ആ ഫീലിൻ്റെ വമീറിൽ നിന്ന്.
അപ്പം ദുംത നീ സ്ഥിരപ്പെട്ടവനാകും നിലകൊണ്ടവനാകും ഫി ജന്നാത്തി വസ്ലിൻ അള്ളാഹുവിനോട് അടുക്കുക എന്ന ആ ഉന്നതമായ അനുഗ്രഹങ്ങളിൽ നീ സ്ഥിരമായവനാകും നിലകൊണ്ടവനാകും. ദാല്ലൻ നീ തന്നെ അറിയിക്കുന്നവനായ നിലക്ക് അല ഹാലത്തിൽ അബ്ദാലി അബ്ദാലുകളുടെ അവസ്ഥൻ്റെ മേൽ. അപ്പം നിന്റെ ഈ ഒരു അവസ്ഥ അള്ളാൻ്റെ അബ്ദാലുകളുടെ ഒരു അവസ്ഥയാണ് എന്ന് നീ അറിയിക്കുന്നവനായ നിലക്ക്. ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു വിഭാഗമാണ് അബ്ദാൽ. അവർ ദുന്യാവ് ഒരു കാലത്തും ഈ അബ്ദാൽ എന്ന് പറയുന്ന വിഭാഗത്തിനെ തൊട്ട് ഒഴിവാവുക ഇല്ല എന്നാണ്. വഹുവ ഈ ബദല് എന്നുള്ളതിൻ്റെ ആണ് അബ്ദാൽ. വഹുവ റുതുബത്തും മിൻ റുതബിൽ ഔലിയാഇ വസ്സുഹാദി സാലിക്കീന. അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിച്ച സാഹിദുകളും ഔലിയാക്കളുമായവരുടെ സ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സ്ഥാനമാണത്. ലാ തഖ്ലുദ്ദുന്യ മിന്നും ഫി അയ്യി സമനി മിനൽ അസ്മാൻ. ഒരു കാലത്തും ഇവരെ തൊട്ട് ദുന്യാവ് ഒഴിവാവുകയില്ല എന്നാണ്. ഇവിടെ വിവിധ ശ്രേണിയിൽപ്പെട്ട ഔലിയാക്കൾ ഏതു കാലത്തും ഇവിടെയുണ്ട്. ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ക്രമീകരണം അവരെ കൊണ്ടാണ് എന്ന് വരുന്ന നിരവധി ഹദീസുകളുണ്ട്. സുദീർഘമായി പറയാൻ പറ്റാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നില്ല. ഇവിടെ വസുമ്മൂബിൽ അബ്ദാലി, ഇവർക്ക് അബ്ദാലി എന്ന് പേര് പറയാൻ കാരണം ലി അന്നഹും ഇദാ മാത വാഹിദും മിന്നും, അവരിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ അബ്ദലല്ലാഹു മക്കാനഹു ബദലല്ലഹു മിൻ സലാസി മിഅത്തിൻ മിസ്ലഹു, 300 പേരടങ്ങുന്ന വേറൊരു വിഭാഗമുണ്ട്. അവരിൽ നിന്ന് ഇവനക്ക് പകരമായി വേറെ ഒരാളെ അള്ള പകരമാക്കും. ഇതുകൊണ്ടാണ് അബ്ദാൽ എന്ന് പേര് ഇവർക്ക് പറയാൻ കാരണം. ഇൻഷാ അള്ളാഹിൻ്റെ വിശദീകരണം പിന്നീട് വരും. അപ്പം ഈ അവസ്ഥയിൽ നീ നിലകൊള്ളുമ്പോൾ നീ തന്നെ അബ്ദാലുകളുടെ അവസ്ഥൻ്റെ മേൽ അറിയിക്കുന്നവനായ നിലക്ക് അബ്ദാലിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് നീ അറിയിക്കുന്നു. അബ്ദാലിൻ്റെ അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽമുറാദു ബി ഹാലത്തിൽ അബ്ദാലി മഖാമാത്തുഹും വ അഅ്മാലുഹുമുൽ ളാഹിറത്തു വൽ ബാത്തിനത്തു എന്നാണ്. അവരുടെ ളാഹിറത്തും ബാത്തിനത്തുമായ അവസ്ഥകളും കർമ്മങ്ങളും. ആ കർമ്മങ്ങൾ എന്ന് പറയുന്നത് വഹിയ അസ്സംതു വസ്സഹ്റു വൽ ജൂഉ വൽ ഉസ്ലത്തു. സംതാണ് മൗനം അവലംബിക്കുക, ഉറക്കമൊഴിക്കുക, വിശപ്പ് സഹിക്കുക, ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുക തുടങ്ങിയ കാര്യങ്ങളാണ് അവരുടെ അവസ്ഥകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഈ ലാഹിറത്തും ബാത്തിനത്തുമായ സ്ഥാനങ്ങളും അമലുകളും ഒക്കെ അതാണ്. ഈ ഒരു അവസ്ഥ വസലാകുന്ന ജന്നാത്തിൽ നീ നിലകൊണ്ടവനാകും എന്തെന്ന്. അപ്പം ഹാലത്തിൽ അബ്ദാലി, അബ്ദാലിൻ്റെ അവസ്ഥയുടെ മേൽ നീ നിലകൊണ്ടവനാകും എന്നർത്ഥം. അബ്ദാലിൻ്റെ അവസ്ഥ അപ്പം ബദലാക്കിയിട്ട് ഈ ജന്നാത്തിൽ നിന്ന് ബദലാക്കിയിട്ട് വെക്കാൻ പറ്റും എന്നാണ്. ജന്നാത്തു വസിൽ എന്നുള്ളതിൽ നിന്ന് ബദലായിട്ട് ജന്നാത്തു വസിലിൽ നിന്ന് ഹാലുമാക്കാം. ഈ ജന്നാത്തു വസിൽ അള്ളാഹുവിനോട് അടുക്കുക എന്ന ആ ജന്നാത്തു തന്നെ അബ്ദാലിൻ്റെ അവസ്ഥയായ നിലക്ക് അങ്ങനെയും അർത്ഥം വെക്കാം. അങ്ങനെ വരുമ്പോൾ ദാലുൻ എന്നുള്ളത് അതിൻ്റെ അർത്ഥം വരിക അത് കളയപ്പെട്ടു പോയ മൂത്താൻ്റെ ഖബറാക്കി വെക്കുക. ആ അബ്ദാലിൻ്റെ അവസ്ഥയാകുന്നത് ദാലുൻ, അത് മഷ്ഹൂറത്തുൻ അറിയപ്പെട്ടതാണ് എന്നർത്ഥം.
വല്ലദ്ഹറു അന്നഹു ഖബറു മുബ്തദഇ മഅദൂഫിൻ ഐ ഹിയ ഐ ഹാലത്തുൽ അബ്ദാലി ദാലുൻ എന്ന് പറഞ്ഞാൽ മഷ്ഹൂറത്തുൻ അറിയപ്പെട്ടതാണ്. അപ്പോൾ ഷുഹറത്തിൻ്റെ മാനാക്ക് ദാല് എന്നുള്ളതിനെ ഉപയോഗിക്കാം. അപ്പോൾ മഷ്ഹൂറത്ത് എന്നുള്ള അർത്ഥമാണ്. കളയപ്പെട്ടുപോയ മൂത്താൻ്റെ ഖബറുമാണ്. ഈ അബ്ദാലിൻ്റെ അവസ്ഥയാവുന്നത് അത് അറിയപ്പെട്ടതാണ്. സുബദത്തുൽ ബൈത്ത്, ഈ ബൈത്തിൻ്റെ ഒരു സത്ത, അതിൻ്റെ ഒരു സാരം. യുഷീറു ഹാദൽ ബൈത്തു ഇലാമാ യതവജ്ജബു അലസ്സാലിക്കി ഇലല്ലാഹി തആല. അള്ളാഹുവിനെ കൊള്ള പ്രവേശിക്കുന്ന ഒരാളുടെ മേൽ നിർബന്ധമായ ഒരു കാര്യത്തിലേക്കാണ് ഈ ബൈത്ത് സൂചിപ്പിക്കുന്നത്. അതെന്താണ് നിർബന്ധമായി വേണ്ടത്? മിൻ നിദാമത്തിൽ ഇഹ്സാസ്, ദായിമായ ഒരു അറിവ്, ഉള്ളറിവ് എന്ന് പറഞ്ഞാൽ അൽ യഖ്ലി, ഒരു ഉണർവ് വേണം. എന്തുകൊണ്ട്? ബി ഹുദൂരി വ ശുഹൂദില്ലാഹി സുബ്ഹാനഹു വ തആല. അള്ളാഹു തൻ്റെ ഖൽബിലേക്ക് നോക്കുന്നവനാണ്, തന്നിലേക്ക് എല്ലാ സമയത്തും അള്ളാഹു നിരീക്ഷണം നടത്തുന്നവനാണ് എന്നുള്ള ഒരു കാര്യം. അവൻ്റെ ഹൃദയം എപ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കൊള്ളയായിക്കൊണ്ട് ഒരു നിത്യമായ എപ്പോഴും നിലകൊള്ളുന്ന ഒരു ഉണർവ് അവൻ്റെ ഖൽബിൽ വേണം. കമാ യുഫീദു ബി അന്ന സമറത്ത ദാലിക, ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഏതുപോലെ തന്നെ ഈ ബൈത്ത് മനസ്സിലാക്കി തരുന്നുണ്ട്. ബി അന്ന സമറത്ത ദാലിക, ഇങ്ങനെ നിലകൊണ്ടാൽ അതുകൊണ്ട് കിട്ടുന്ന ഫലം, നേട്ടം. യതമക്കന സാലിക്കു, ഈ സാലിക്ക് സാധ്യമായവനാകലാണ്. മിനൽ ഇസ്തിംതാഇ റൂഹി, ആ ആത്മീയമായ ഒരു ആനന്ദം, അതിനവൻ സാധ്യമായവനാകും. എവിടെ? ഫി ജന്നാത്തിൽ വസിലി ബില്ലാഹി സുബ്ഹാന, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കുക, അവനിൽ ഫനാ ആവുക എന്ന ആ അനുഗ്രഹങ്ങളിലായിക്കൊണ്ട് ഒരു ആത്മീയമായ സുഖം ലഭിക്കാൻ അവൻക്ക് സാധ്യമാകും. കമാ ഹസല ദാലിക, ഈ ബൈത്ത് മനസ്സിലാക്കി തരുന്നുണ്ട്. കമാ ഹസല ദാലിക ലിൽ അബ്ദാലിൽ കിറാമി റഹ്മഹുമുല്ലാഹ്, ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരായ അബ്ദാലിന് കരസ്ഥമായിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് ലഭിച്ചതുമാണ് എന്നും കൂടി ഈ ബൈത്തിൻ്റെ സത്തയായി അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അപ്പോൾ ഈ വിശദീകരണങ്ങൾ അലിഫുൽ അലിഫ് ബിഷറഹി അല്ലഫൽ അലിഫ് എന്ന കിതാബ്, ഖുറത്തുൽ അലിഫ് ബി ഖസീദത്തി അല്ലഫൽ അലിഫ്, അതുപോലെ അവാരിഫുൽ മആരിഫ് ഷർഹു ഖസീദത്തി അല്ലഫൽ അലിഫ്, ഇവയിലൊക്കെ പറഞ്ഞതിൻ്റെ വിശദീകരണമാണ്.